വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ധർണ നടത്തിയത്. കുണ്ടറ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. വൈദ്യുതി മേഖലയിൽ 1 മണിക്കൂർ പണിമുടക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. കുണ്ടറ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ അവിടുത്തെ തൊഴിലാളികളും കുടുംബാംഗങ്ങളും നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുണ്ടറ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CI2 ഏരിയ സെക്രട്ടറി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ശരിയായ മുദ്രാവാക്യം അധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിന് പരിഹാരം കണ്ടില്ല എങ്കിൽ ഇലക്ട്രിസിറ്റി മേഖലയിലുള്ള ജീവനക്കാർ സമരത്തിനിറങ്ങിയാൽ ഈ നാട് ഇരുട്ടിലാകുമെന്ന കാര്യം തർക്കമില്ല. നമ്മൾ കണ്ടിട്ടുള്ളതാണ് പണ്ടത്തെ 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള അതിശക്തമായ സമരത്തിന് ഈ നാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ കാലയളവിൽ 2020 മുതൽ 2022 വരെയുള്ള കാലയളവിൽ അപ്പോൾ പൊതുമേഖലയെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലയെ 174 കോടി രൂപ കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുകയാണ്. KSEB വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ ട്രഷറർ വിഷ്ണു സ്വാഗതം പറഞ്ഞു. കോൺട്രാക്ടേഴ്സ് വർക്കേഴ്സ് യൂണിയൻ CI2 ജില്ലാ സെക്രട്ടറി പ്രദീപ്, വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ, പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതാവ് സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു. വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി അനിയുമ്മൻ നന്ദി പറഞ്ഞു. ഡിവിഷൻ പ്രസിഡന്റ് അഭിലാഷ്, ബിജു, നിത, നിഷ മുരളി, ഷാജി എന്നിവർ നേതൃത്വം നൽകി. തൊഴിൽ മേഖലയിലെ തൊഴിലാളികളും ഓഫീസർമാരും സംഘടിതമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലും ചണ്ഡീഗഡിലും തെലങ്കാനയിലും വൈദ്യുതി മേഖലയെ സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതുവാനും അങ്ങനെ തീരെഴുതി കോടിക്കണക്കിന് രൂപ സ്വകാര്യ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമത്തിനെതിരായി സംഘടിതമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.